നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാലയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബൈക്ക് യാത്രികർ നിരന്തരം അപകടത്തിൽപ്പെടുന്ന പുതുക്കാട് മുപ്ലിയം റോഡിലെ കുഴികൾ അടച്ച് കോൺഗ്രസ് പ്രവർത്തകർ. വിശദമായ വാർത്തകളിലേക്ക്. ആധുനിക കേരളത്തിന്റെ ആത്മാവിനെയും നവോത്ഥാന ചിന്തകളെയും രൂപപ്പെടുത്താൻ നിർണായക പങ്കുവഹിച്ച മഹാചിന്തകനും ദാർശനികനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനാഘോഷം നാടെങ്ങും വിവിധ പരിപാടികളോടെ കൊണ്ടാടി. ഗുരു പ്രഘോഷിച്ചിരുന്ന സഹിഷ്ണുതയും സ്നേഹവും സമത്വവും എന്ന ദർശനത്തിന്റെ സന്ദേശങ്ങൾ ഇന്നും പ്രസക്തമാണ്. ജാതിയുടെ വേലിക്കെട്ടുകൾ തകർത്ത് സാർവത്രിക സാഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മാനവികതയുടെ ഏകത്വത്തെ ഊന്നിപ്പറയുന്നതായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ പാഠങ്ങൾ. സാമൂഹിക സമത്വത്തിനും അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിനും വേണ്ടി വാദിച്ച ശ്രീനാരായണ ഗുരു സമൂഹത്തിന് നൽകിയ സംഭാവനകൾ അഗാധമായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എല്ലാവർക്കും എന്ന അദ്ദേഹത്തിന്റെ തത്വചിന്ത വിഭജിക്കപ്പെട്ട സമൂഹത്തിൽ ആഴത്തിൽ പ്രതിധ്വനിച്ചു. അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യം അധസ്ഥിതരെ ഉയർത്തുക മാത്രമല്ല, ആധുനിക കേരളത്തിന് അടിത്തറയിട്ട മലയാളികളുടെ സ്വത്വത്തെ രൂപപ്പെടുത്തുകയും ചെയ്തു. സമത്വത്തിന്റെയും നീതിയുടെയും ആദർശങ്ങളോടുള്ള ആത്മപരിശോധനയ്ക്കും പ്രതിബദ്ധത പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സമയം കൂടിയാണ് ശ്രീനാരായണ ജയന്തി. ഗുരുവിന്റെ ഉപദേശങ്ങൾ പുനരവലോകനം ചെയ്യാനും സമകാലിക സാമൂഹിക വിഷയങ്ങളിൽ അവ പ്രയോഗിക്കാനും കൂടുതൽ അനുകമ്പയും നീതിയുക്തവുമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കാനുമുള്ള അവസരമായി ഇത് പ്രവർത്തിക്കുന്നു. ഈ ദിനം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആഘോഷം മാത്രമല്ല, അദ്ദേഹം നിലകൊണ്ട മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. SNDP യോഗം പുതുക്കാട് യൂണിയൻ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നടത്തി. പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രൻ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ, യൂണിയൻ കൌൺസിൽ അംഗം രാജീവൻ കരവട്ട്, യോഗം ഡയറക്ടർ രഘു, അനിൽകുമാർ എന്നിവർ സന്നിഹിതരായി. SNDP യോഗം തെക്കേത്തുറവ് ശാഖയിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നടത്തി. പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് CJ ജനാർദ്ദനൻ, യൂണിയൻ സെക്രട്ടറി TK രവീന്ദ്രൻ, ഡോക്ടർ സരളാദേവി, പ്രസിഡന്റ് രവീന്ദ്രൻ കരവട്ട്, യൂണിയൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണസ്വാമി, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം PR വിജയകുമാർ, യൂണിയൻ കൌൺസിൽ അംഗം രാജീവൻ കരവട്ട്, ജിതിൻലാൽ സനി, പത്മനാഭൻ, പ്രേമചന്ദ്രൻ തൃപ്പാക, വിനീത ഷാജു എന്നിവർ സന്നിഹിതരായി. കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിൽ ഗുരുപൂജ നടത്തി. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വായനശാലയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാവിൻചുവട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കവിതാ ക്ലബ്ബ് പ്രസിഡന്റ് KK രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു. ജസ്റ്റിൻ കാവല്ലൂർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പച്ചള്ളിപ്പുറം വഴി കാവല്ലൂർ സ്കൂൾ ജംഗ്ഷനിൽ മഹാഘോഷയാത്ര സമാപിച്ചു. മഹാബലി, തെയ്യം, പുലിവേഷങ്ങൾ, വാമനൻ തുടങ്ങിയ വേഷങ്ങൾ ഘോഷയാത്രയിൽ അണിനിരന്നു. സമാപന യോഗത്തിൽ രക്ഷാധികാരി വിൽസൺ പഴുങ്കാരൻ, KI ജോജോ, PO ടിൻസൺ, ആന്റോ കട്ലപ്പിടിക, രജിൽ മേപ്പുറത്ത് എന്നിവർ പ്രസംഗിച്ചു. മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറും കവിതാ ക്ലബ്ബ് പ്രസിഡന്റുമായ KK രാജുവിനെ ചടങ്ങിൽ ആദരിച്ചു. ശേഷം കല്ലൂർ അനന്തലക്ഷ്മി ടീം നയിച്ച വീരനാട്യം അരങ്ങേറി. ബൈക്ക് യാത്രികർ നിരന്തരം അപകടത്തിൽപ്പെടുന്ന പുതുക്കാട് മുപ്ലിയം റോഡിലെ കുഴികൾ അടച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പഞ്ചായത്ത് അംഗം ജോഷി ജോയ് എന്നിവരുടെ നേതൃത്വത്തിൽ CJ ആന്റണി, CD ജോയ്, TR ഷാജു, കൃപ ഷാജു എന്നിവർ പങ്കെടുത്തു. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും പരസ്പര സൗഹൃദത്തിനുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും പരസ്പര സൗഹൃദത്തിനുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ നേതൃത്വത്തിൽ വിനോദയാത്ര സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. വെണ്ടൂർ പള്ളി വികാരി ഫാദർ അഡ്വക്കേറ്റ് ലാസർ താണിക്കൽ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ബൈജു ഇമ്മാനുവൽ, ജോസ് വല്ലപ്പാടി, ജോസി ജോണി, ജെയിംസ് കൊടിയൻ, ജോൺസൺ പുറത്തൂർ കിട്ടൻ എന്നിവർ പ്രസംഗിച്ചു. കൊച്ചിയിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്ര. കൊച്ചി വിമാനത്താവളം, മറൈൻ ഡ്രൈവ് തുടങ്ങിയ സ്ഥലങ്ങളും സംഘം സന്ദർശിച്ചു. 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായാണ് യാത്ര സംഘടിപ്പിച്ചത്. മതം, സമുദായം, രാഷ്ട്രീയം, സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ വ്യത്യാസങ്ങളില്ലാതെ
വയോജനങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ സന്തോഷത്തോടെ ചെലവഴിക്കാനുള്ള അവസരമാണ് യാത്രയിലൂടെ ഒരുക്കിയത്. പാട്ടും കവിതയും തമാശകളും പങ്കുവച്ച് വയോജനങ്ങൾ യാത്ര ആഘോഷമാക്കി. 3 ബസ്സുകളിലായി 150ഓളം പേരാണ് വെള്ളിയാഴ്ച നടന്ന വിനോദയാത്രയിൽ പങ്കെടുത്തത്. വയോജനങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ പിന്തുണ പരസ്പര സ്നേഹത്തിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗോൾഡൻ ഏജ് കെയർ. ജെയ്സൺ മഞ്ഞളി, നെപ്പോ ചിറമ്മൽ, ആൻഡോ മഞ്ഞളി, ബിജു പുളിക്കൽ, മിനി ആൻഡോ, ബിന്ദു ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം. എവിടെ നിങ്ങളൊരു 3-4 സെന്റ് സ്ഥലം കണ്ടെത്തി അത് ചെയ്തോ, അവിടെ കെട്ടിടം പണിയുള്ള കാശ് എത്ര എണ്ണം വേണമെങ്കിലും അതിലും വിട്ട് വേറെ സന്തോഷങ്ങളൊന്നുമില്ല. അവർ കൂടിയിരിക്കാനും ഒരുമിച്ചിരുന്ന് കഥ പറയാനും പാട്ട് പാടാനും വീട്ടിലിരുന്ന് ഒറ്റപ്പെടുന്ന ആളുകൾക്ക് ഒരുമിച്ച് പകലൊക്കെ വന്നിരിക്കാനും സംവിധാനങ്ങൾ ഉണ്ടാക്കണം. എല്ലാം വാർഡ് തലത്തിലുണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കത് അവിടെ ആ വാർഡ് മെമ്പർക്കും അവിടെ ആ നാട്ടിലുള്ള മറ്റൊരാളുകൾക്കൊക്കെ അവിടെ എന്തെങ്കിലും ചെറിയ മീറ്റിംഗ് കൂടാം, അവരെ അതിൽ പങ്കാളിയാക്കാം. അങ്ങനെ നമുക്ക് നല്ല കൂട്ടായ്മകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകാം. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ വളരെ സന്തോഷകരമായ യാത്രയായിട്ട് ഇത് മാറും. തീർച്ചയാണ്. അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിൻ്റെ സംഘാടനത്തിൽ വലിയ പങ്ക് വഹിച്ച നമ്മുടെ ക്ലബിൻ്റെ ആളുകളുണ്ട്. ബൈജു മാഷുണ്ട്, ഷാജൻ മഞ്ഞലുണ്ട്, നെപ്പോളിയൻ എന്നാണ് ഞാൻ ആളെ നെപ്പോന്ന് കേട്ടത്, ജെയ്സൺ ഉണ്ട്. ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ജീവിതത്തിൽ ഒരു ടൂറായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോകാൻ പറ്റാത്ത കുറേ രക്ഷിതാക്കളുണ്ട് ഇതിൽ. എനിക്ക് ഒരു വിഷമം, നിങ്ങളോടൊപ്പം തന്നെ ഞാനും ഇന്ന് പോരാൻ തീരുമാനിച്ചതാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 5 പരിപാടി എൻ്റെ വാർഡിലടക്കം ഉള്ളത് കൊണ്ട് എനിക്കിന്ന് മാറി നിൽക്കേണ്ട വന്നു. പക്ഷേ ഇനി സമയങ്ങളുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്തായാലും നമ്മളുടെ ഫിഷ്ലാൻഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൾഡ് കെയർ ഈ ഭാഗമായി ഓരോ സംരംഭങ്ങളും. പക്ഷേ ഈ ഒരു സംഘടനയുടെ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ സംഘടന എന്ന് കേട്ടിരുന്നപ്പോൾ പുള്ളിക്ക് വലിയ താല്പര്യമായി. ആളങ്ങനെ നമ്മുടെ കൂടെ ഇപ്പോൾ വരികയുണ്ടായത്. നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ കുറച്ച് വൈകിച്ചതാണ് പുള്ളിനെ. അപ്പോൾ സാറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും ഈ ഒരു സംരംഭത്തിന് എല്ലാവരും കൂട്ടുത്തരവാദിത്തത്തോടു കൂടി മാനസികമായിട്ടെങ്കിലും ഇപ്പം ഞങ്ങളൊന്നും വരുന്നില്ലെങ്കിലും മാനസികമായിട്ടൊക്കെ നിങ്ങളോടൊപ്പമുണ്ട്. ആശയപരമായിട്ടുള്ള ഐക്യമാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയൊരു കാര്യമാണ് പ്രായമായിട്ടുള്ളവരുടെ കെയർ എന്നുള്ളത്. വിഭിന്നമായി അവരൊക്കെ സമൂഹത്തിന്റെ സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരനുഭവങ്ങൾ അവരുടെ പ്രായത്തോടൊപ്പം തന്നെ വലുതാണ്. അതുകൊണ്ട് അതൊക്കെ സമൂഹ സൃഷ്ടിക്ക് ഏറ്റവും ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടുകൂടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അർത്ഥവത്തായ ഒരു കൂട്ടായ്മകളാണ്. ഈ ഒരു ചടങ്ങിന് വേണ്ടി ഞങ്ങൾ കുറേ നാളായി ഇതിനു വേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് ഇത് എല്ലാവരെയും സന്തോഷത്തോടു കൂടി തിരിച്ചെത്തിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ സഹകരണം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്ത, ഈ ടൂറിലേക്ക് പങ്കെടുത്ത, ഇതിനെ അനുഗ്രഹിക്കാനെത്തിയ എല്ലാ മഹത് വ്യക്തികളോടും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. സംഘപരിവാർ പ്രവർത്തകനായിരുന്ന വാസുപുരം സ്വദേശി അഭിലാഷിന്റെ 11ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി. സംഘപരിവാർ പ്രവർത്തകനായിരുന്ന വാസുപുരം സ്വദേശി അഭിലാഷിന്റെ 11ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗം നടത്തി. RSS ജില്ലാ സംഘചാലക് അഡ്വക്കേറ്റ് റോഷ് കീഴാറ അനുസ്മരണ പ്രഭാഷണം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, മണ്ഡലം സെക്രട്ടറി രാംദാസ് വൈലൂർ, നേതാക്കളായ സുധീർ വെട്ടിയാട്ടിൽ, AG സുരേന്ദ്രൻ, സജിത ചന്ദ്രൻ, BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ബിസിനസ് ന്യൂസ്. ഓണാഘോഷങ്ങൾക്ക് സമാപനമാകുമ്പോഴും പൂങ്കുന്നം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. 2 ദിവസത്തെ ഷോപ്പിംഗ് സുനാമിയിലൂടെ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. പരിമിത സമയത്തേക്ക് മാത്രമുള്ള പ്രത്യേക ഓഫറുകൾ പ്രയോജനപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് പൂങ്കുന്നം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, വീട്ടുപകരണങ്ങൾ, ബാഗുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങളും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കിഴിവോടെ സ്വന്തമാക്കാം. ഓഗസ്റ്റ് 29, 30 തീയതികളിലാണ് വമ്പൻ ഓഫറുകളോടെ ഷോപ്പിംഗ് സുനാമി ഒരുക്കിയിരിക്കുന്നത്.
4,999 രൂപ MRP ഉള്ള ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ വെറും 1,499 രൂപയുടെ കിടിലൻ ഓഫറിൽ സ്വന്തമാക്കാം. 480 രൂപ വിലയുള്ള മിൽക്കി മിസ്റ്റ് പശുവിൻ നെയ്യ് 299 രൂപയ്ക്കും കിഡ്സ് വാച്ചുകൾ 69 രൂപ മുതലും സുനാമി ഓഫറിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു. ഓണാഘോഷം അവസാനിച്ചിട്ടുണ്ടെങ്കിലും നെസ്റ്റോയിൽ ഓഫറിൻ്റെ അവകാശങ്ങൾ ഒരുപാട് നമ്മൾ ഒതുക്കി വെക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ 3 ദിവസത്തേക്ക് ശനി, ഞായർ, തിങ്കളാഴ്ച ഈ ദിവസങ്ങളിൽ സുനാമി ഓഫർ പറയുന്ന നല്ല രീതിയിലുള്ള ഓഫർ ഉപഭോക്താക്കൾക്ക് നമ്മൾ ഒതുക്കി വെച്ചിരുന്നു. ഇതിൽ നമുക്ക് ഗ്രോസറി ഫുഡ് ആവട്ടെ, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആവട്ടെ, ഇലക്ട്രോണിക്സ് ആവട്ടെ, ഫാഷനിലാവട്ടെ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല പ്രൈസുള്ള ഓഫറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കുക. അതേപോലെ നമുക്ക് നല്ലതായ പാർക്കിംഗ് ഫെസിലിറ്റിയും കാര്യങ്ങളും നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. മെൻസ് പ്രീമിയം കാഷ്വൽ ഷർട്ട് 199 രൂപയ്ക്കും ട്രെൻഡി ലേഡീസ് കുർത്തി 179 രൂപയ്ക്കും സുനാമി ഓഫറിൽ സ്വന്തമാക്കാം. വുമൻസ് ജൂട്ട് ബാഗുകൾ 469 രൂപ മുതൽ. മെൻസ് ട്രെൻഡി പാദരക്ഷകൾ 239 രൂപ മുതൽ. 9 വാട്ട് LED ബൾബുകൾ 4 എണ്ണം 99 രൂപയ്ക്കും. ഡബിൾ ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കേസ് വെറും 199 രൂപയ്ക്കും സുനാമി ഓഫറിൽ ലഭ്യമാകുന്നു. പരിമിത സമയത്തേക്കുള്ള പ്രത്യേക ഓഫറുകൾ മുഴുവൻ പേർക്കും ലഭ്യമാക്കാൻ ഓഫർ ദിനങ്ങളിൽ രാവിലെ 8 മുതൽ രാത്രി 12 വരെ നീളുന്ന മിഡ് നൈറ്റ് ഷോപ്പിംഗും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നെസ്റ്റോയിൽ എല്ലാ ദിവസവും ഓഫേഴ്സ് ഉള്ളതാണ്. പക്ഷേ ഇനി വരുന്ന 29, 30, 31 തീയതിയിൽ നമ്മൾ സുനാമി എന്ന് പറയുന്ന പേരിൽ ഒരു വലിയൊരു ഓഫർ നടത്തുകയാണ്. അതായത് ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫാഷൻ, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എല്ലാ സെക്ഷനുകളിലും കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ ഉള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ 3 ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റോർ 8 മണി മുതൽ മിഡ് നൈറ്റ് 12 o'clock വരെ പ്രവർത്തിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ബെനിഫിറ്റ് എല്ലാ കസ്റ്റമറും ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 3 നിലകളിലായി ഗ്രോസറി ഫുഡ്, ഫ്രഷ് ഫുഡ്, റോസ്റ്ററി, നോൺ ഫുഡ്, ടോയ്സ്, സ്റ്റേഷനറി, ഹോം ലിനൻ, ഹൗസ് ഹോൾഡ്, ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈൽസ്, കോസ്മെറ്റിക്സ്, ഫുട്വെയർ, ഗാർമെന്റ്സ് എന്നിങ്ങനെ ഒരു കുടുംബത്തിന് വേണ്ട നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യ വസ്തുക്കളുടെയും വിപുലമായ ശേഖരമാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രത്യേകതയാണ്. മറ്റാർക്കും നൽകാൻ കഴിയാത്ത വമ്പൻ ഓഫറുകളുമായി ഒരുക്കിയിരിക്കുന്ന സുനാമി ഷോപ്പിംഗ് ഓഫറിൽ പർച്ചേസ് ചെയ്യാൻ എത്തുന്ന ഉപഭോക്താക്കൾക്കായി മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയായതായി മാനേജ്മെന്റ് അറിയിച്ചു. വുമൺസ് കുർത്തി വെറും 179 രൂപ. പ്രീമിയം ബ്രാൻഡ് മെൻസ് കാഷ്വൽ ഷർട്ടുകൾ വെറും 199 രൂപയ്ക്ക്. 599 രൂപ MRP ഉള്ള ഒരു ഡബിൾ ബെഡ്ഷീറ്റും ഒപ്പം 2 പില്ലോ കവറുകളും അടങ്ങിയ പാക്കിന് ഇപ്പോൾ വരുന്നത് വെറും 199 രൂപ. കിഡ്സ് വാച്ചുകൾ വെറും 69 രൂപയ്ക്ക്. 5 ഡിഫറൻറ്റ് ജെൽ ബാറുകളും ഒപ്പം ഹാൻഡ് വാഷും ഒപ്പം ഷവർ ജെല്ലും അടങ്ങിയ 759 രൂപ വില വരുന്ന ഫിയാമ 3-in-1 കോംബോ പാക്കിന് ഇപ്പോൾ ലഭിക്കുന്നത് വെറും 249 രൂപയ്ക്കാണ്. 3 ബർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ വെറും 1499 രൂപ. വിശ്വസിക്കാമോ? വിശ്വസിക്കണം. ഇതെല്ലാം ലഭിക്കുന്നത് പൂങ്കുന്നം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ സുനാമി ഓഫറിലാണ്. തീർന്നില്ല. ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഫാഷൻ വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങി മുഴുവൻ ഉൽപ്പന്നങ്ങൾക്കും സുനാമി ഓഫറാണ് ഈ ഓഗസ്റ്റ് 29, 30 തീയതികളിൽ പൂങ്കുന്നം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ നെസ്റ്റോ തുറന്ന് പ്രവർത്തിക്കും. എല്ലാ ഉപഭോക്താക്കൾക്കും ഈ സുനാമി ഓഫറിലേക്ക് സ്വാഗതം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡി റിമാൻഡിൽ. പെരുമ്പിള്ളിശ്ശേരി സ്വദേശി പുളിക്കപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞക്കൻ എന്ന് വിളിക്കുന്ന രാകേഷിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഓഗസ്റ്റ് 27 തീയതി ഉച്ചതിരിഞ്ഞ് 3:30 പെരുമ്പിള്ളിശ്ശേരി പ്രിയദർശിനി ഉന്നതിയിൽ വെച്ചാണ് സംഭവം. ചേർപ്പ് സ്വദേശി ചേലാക്കൂട്ടിൽ വീട്ടിൽ വൈഷ്ണവ് എന്നയാൾക്കാണ് കത്തികൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത്. രാകേഷ് ചേർപ്പ്, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 2 വധശ്രമ കേസിലും 4 അടിപിടി കേസിലും കാപ്പ നിയമപ്രകാരമുള്ള നാടുകടത്തൽ ഉത്തരവ് ലംഘിച്ച കേസിലും
ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും മനുഷ്യജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത കേസിലുമടക്കം 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SI അമൽ ജോയ്, ASIമാരായ ഭരതൻ ഉണ്ണി, ജോയ് തോമസ്, CPOമാരായ സുജിത്, അർജുൻ, സിബിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പുതുക്കാട് മണ്ഡലത്തിലെ LSS, USS, NMMS സ്കോളർഷിപ്പ് ജേതാക്കൾക്കുള്ള MLA പ്രതിഭാ പുരസ്കാര വിതരണവും NMMS സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനവും ഞായറാഴ്ച രാവിലെ 9-ന് തലോർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടത്തും. KK രാമചന്ദ്രൻ MLA പുരസ്കാര സമർപ്പണ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിദ്യാഭ്യാസ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. സൈലം ഗ്രൂപ്പാണ് പരിശീലന ക്ലാസുകൾ നയിക്കുന്നത്. LSS, USS പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച സ്കൂളുകളെ ചടങ്ങിൽ അനുമോദിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ഓഫീസുകളിലും മറ്റും മണിക്കൂറുകളോളം തുടർച്ചയായിരുന്ന് ജോലി ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ഓരോ 30 മിനിറ്റ് കൂടുമ്പോഴും കുറഞ്ഞത് 30 സെക്കൻഡെങ്കിലും എഴുന്നേറ്റ് നിൽക്കുക. ഫോൺ കോളുകളിൽ സംസാരിക്കുമ്പോൾ നടന്നുകൊണ്ടോ നിന്നുകൊണ്ടോ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ കുറഞ്ഞത് 5 ദിവസമെങ്കിലും 30 മിനിറ്റ് വീതം വേഗത്തിലുള്ള നടത്തം, സൈക്ലിംഗ് തുടങ്ങിയ ഏതെങ്കിലും ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുക. ജോലിക്കിടയിൽ ചായ, കാപ്പി, എണ്ണ പലഹാരങ്ങൾ എന്നിവ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇതിനു പകരം ധാരാളം വെള്ളവും നട്ട്സുകളും കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചഭക്ഷണത്തിനും അത്താഴത്തിനും ശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ ചെറിയ രീതിയിൽ നടക്കുന്നത് ദഹനത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം, കൊളസ്ട്രോൾ, ECG തുടങ്ങിയ പരിശോധനകൾ വർഷത്തിലൊരിക്കൽ നിർബന്ധമായും നടത്തുക. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അഗസ്റ്റീനോസിന്റെ ഊട്ടുതിരുനാൾ ശനിയും ഞായറും ആഘോഷിക്കും. ശനിയാഴ്ച വൈകിട്ട് 5:30-ന് ലതീഞ്ഞ്, കുർബാന, നൊവേന എന്നിവ നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6:30-ന് നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ അലക്സാണ്ടർ കുര്യക്കാട്ടിൽ കാർമ്മികനാകും. തുടർന്ന് ഊട്ടുനേർച്ച, വെഞ്ചിരിപ്പ്, രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന എന്നീ തിരുക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. ഫാദർ വിപിൻ കുരിശുതറ കാർമ്മികനാകും. ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ സോണി കിഴക്കൂടൻ നേതൃത്വം നൽകും. കാലാവസ്ഥ. ഇന്നത്തെ കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. ഇത്തവണ ഓണമല്ല, പൊന്നോണമാണ് കൃഷ്ണയിൽ. കൃഷ്ണയിൽ പൊന്നോണം. ഒത്തിരി ഓഫറുകളും സമ്മാനങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കാം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഇതല്ലേ ശരിക്കും പൊന്നോണം? സ്വർണം ഗ്രാമിന് 14,770 രൂപ, പവന് 1,18,160 രൂപ. പറപ്പൂക്കര മുത്രത്തിക്കര ഈസ്റ്റ് വിള മാനുവേൽ തങ്കരാജ് അന്തരിച്ചു. 58 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാജമാണ് ഭാര്യ. ഷാജി, ഷബിൻ എന്നിവർ മക്കളും, മോനിഷ മരുമകളുമാണ്. നെടുമ്പാൾ കറുത്തുപറമ്പിൽ കുഞ്ഞയ്യപ്പുകുട്ടി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9-ന് ഇരിങ്ങാലക്കുട മുക്തിസ്ഥാനിൽ. അമ്മിണിയാണ് ഭാര്യ. ജാനകി, രാജൻ, സുരേഷ്, സുനിത, മിനി, പരേതരായ സുഗു, കൃഷ്ണൻ എന്നിവർ മക്കളും. രേഖ, പ്രിയ, രാഗി, വിനോദ്, അംബിലേശൻ, പരേതനായ പ്രകാശൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് വായനശാലയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ബൈക്ക് യാത്രികർ നിരന്തരം അപകടത്തിൽപ്പെടുന്ന പുതുക്കാട് മുപ്ലിയം റോഡിലെ കുഴികൾ അടച്ച് കോൺഗ്രസ് പ്രവർത്തകർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.